അപ്പോൾ ഗൈസ് ഞാൻ നമ്മളിത് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സില്ലുവിൻ്റെ അടുത്തൊരു ബൈയൊക്കെ പറഞ്ഞിട്ട് ബൈ സില്ലു പോവാണ് ഗൈസ്. സില്ലു നമ്മുടെ ചാനലിലെ പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? ഗൈസ് ഇന്നലെ രാത്രി 11 മണിക്ക് വന്നത്. ഞാൻ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇപ്പം ഈ കണ്ടപ്പോൾ വിളിച്ച് എഴുന്നേറ്റ് വന്നതാണ്. അതെ, ഞാൻ രാവിലെ നേരത്തെ എനിക്കു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളമൊക്കെ കയറുമെന്ന് വിചാരിച്ച് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അത് കാരണം ഞാൻ വേഗം എനിക്ക്. ഇത് നമ്മുടെ സില്ലുവിൻ്റെ കസിനാണ്, പേര് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ പേരും കാര്യങ്ങളും പറയിക്കാൻ പറ്റില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ സില്ലു ബൈ. അപ്പോൾ നമുക്ക് അടുത്ത ഇനി സില്ലുവിൻ്റെ കല്യാണത്തിന് കാണാം. ശരി. അപ്പോൾ ആലിഫേ ആലിം സോറി. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാണ്. നേരെ വീട് എത്തിയിട്ട് ഇനി ബാക്കിത്തെ കഥകൾ പറയാം. ഇച്ചിരി കഥകളൊക്കെ പറയാനുണ്ട്. ഓക്കെ. പണ്ടൊക്കെ കഥകൾ വായിക്കാൻ കുറേ പുസ്തകം ഇറങ്ങായിരുന്നു. ഇപ്പോൾ വല്ല കഥയും വായിക്കാൻ നല്ല വഴിയുണ്ട് കേട്ടോ. നിനക്ക് കഥകൾ വായിക്കാനാണോ വേണ്ടേ? അല്ല, നിന്റെ മൊബൈലുണ്ടോ? മതി, നമുക്ക് മൊബൈലിൽ കഥകൾ വായിക്കാൻ പറ്റും. ഞാൻ 3 കോടിയിലധികം വായനക്കാരും അതുപോലെ തന്നെ 50 ലക്ഷത്തിലധികം കഥാകൃത്തുക്കളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. പ്രതിലിപി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് പോട്ടെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ഏതാണ് ഈ കഥകളിൽ? ഹൊറർ ത്രില്ലർ. പൊളി. ഹൊറർ ത്രില്ലർ, കോമഡി, റൊമാൻസ്, അങ്ങനെ ഏത് തരത്തിലുള്ള കഥകളും നമുക്ക് ഈ ഒരു പ്രതിലിപിയിൽ അവൈലബിൾ ആണ്. എനിക്കതിൽ വേറൊരു കാര്യം അറിയോ? നമ്മുടെ ഇന്ത്യയിലെ 12 ലാംഗ്വേജസിലുള്ള കഥകളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കോമഡിയൊക്കെയാണ്. നിനക്ക് ഹൊററും ത്രില്ലറല്ലേ, എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ കഥകൾ ഇപ്പോൾ പുസ്തകങ്ങളിൽ മാത്രമൊന്നുമല്ല, നിങ്ങളുടെ പോക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ സില്ലുവിനെ മീറ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതല്ല ടോട്ടലി നമ്മുടെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്, ഒരു ചെറിയ വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ ആര് ഗസ്റ്റ് വന്നാലും നമ്മുടെ എന്താ പറയുക, ഈ ബലിയാടാവണ ഏക ഒരു ചെങ്ങായി നമ്മുടെ റാൻഡമൈസ്ഡ് ആണ്. അപ്പോൾ ആര് വന്നാലും ഗസ്റ്റ് ആര് നമ്മൾ കാണാൻ വന്നാലും നമ്മൾ പോയി കണ്ടാലും റാൻഡത്തിന് വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് ഗൈസ്. അപ്പോൾ റാൻഡത്തിന് ഇത്തവണ ഗെയിമർ ബോയും വന്ന് പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ GTയും ടോമും വന്നപ്പോൾ നമ്മൾ റാൻഡത്തിന് ചെറിയൊരു പ്രാങ്ക് കൊടുത്തു. അപ്പോൾ ഈ തവണയും ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചാണ്. പക്ഷേ ഗൈസ് പോയി ഗൈസ്. റാൻഡത്തിന് ഓൾറെഡി അറിയാമായിരുന്നല്ലോ ഞാൻ സില്ലുവിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് കാരണം റാൻഡത്തിന് വീഡിയോ കോൾ ഇട്ടു. സില്ലു ആണ് എൻ്റെ ഇതിൽ നിന്ന് ആദ്യം വീഡിയോ കോൾ ഇട്ടു. അപ്പോൾ റാൻഡ ഇങ്ങോട്ട് തന്നെ എടാ സില്ലു എന്ന് പറഞ്ഞിങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ നമുക്ക് പ്രാങ്ക്, സത്യം പറഞ്ഞാൽ അങ്ങോട്ട് റാൻഡത്തിൻ്റെ ഒരു പ്രാങ്ക് കൊടുക്കാൻ പോയത് തിരിച്ച് പ്രാങ്ക് കിട്ടിയ അവസ്ഥയായി ഗൈസ്. എന്തായാലും റാൻഡൊക്കെ വലിയ ആളായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം എന്താണ് ഡിസ്കോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ കോളിട്ട് സംസാരിച്ച് അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഗെയിമർ ബോയ് ഉണ്ടായിട്ടോ, ഞാൻ പറഞ്ഞില്ലേ. ടോം ഉണ്ടായില്ല. ടോം ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, അവൻ ജോലിക്ക് ഇൻറ്റേൺഷിപ്പിന് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ടോം ഉണ്ടായിരുന്നില്ല. സില്ലും ഞാനും റാൻഡമും ഗെയിമർ ബോയ് ആയിരുന്നു. അപ്പോൾ ഗെയിമർ ബോയ്ക്ക് വീഡിയോ കോളൊക്കെ ഇട്ട് ഇതാക്കി. പിന്നെ ഇടയ്ക്ക് ഗെയിമർ ബോയ് ഒന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്താ റാൻഡത്തിൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് പറയണേ, റാൻഡമേ ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യും, അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റാൻഡ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പണി റാൻഡത്തിന് മതിയായതാണ്, അപ്പോൾ ഇതവണ ഇല്ല കുഴപ്പമില്ല പോസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. പിന്നെ നമ്മൾ എടുത്തിട്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായി. അതായത് നമ്മളിവിടെ മാരേജ് ഫംഗ്ഷന് വന്നപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളെ എന്താ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് താങ്ക്സ് പറയണു. കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളാരെങ്കിലുമൊക്കെ രണ്ടാൾ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ മാസ്കും വെച്ചിട്ടാണ് പറഞ്ഞത്, എന്നിട്ടും കണ്ടുപിടിച്ചു ഒച്ചയൊക്കെ വെച്ച് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ ഗെയിമർ ബോയിനെ വീഡിയോ കോളിൽ കിട്ടണ്ടായില്ല കേട്ടോ. ആൾക്കെന്തോ പ്രശ്നമുണ്ട് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗെയിമർ ബോയിനെ മാത്രം വീഡിയോ കോളിൽ കിട്ടണ്ടായില്ല. പക്ഷേ റാൻഡും ഞങ്ങളും ഡിസ്കോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അണ്ണൻ വന്നു ഗൈസ്. ഗെയിമർ ബോയ് വന്നു നമ്മുടെ വീഡിയോ കോളിൽ കണ്ടു. 4 പേര്, ഞാൻ, ഗെയിമർ ബോയ്, റാൻഡം, സില്ലു.
നമ്മുടെ MZRP ക്രൂവിലെ 4 പേര് അങ്ങനെ കൂടി. പിന്നെ ടോമിനെ വിളിക്കാൻ നോക്കിയപ്പോൾ ടോം ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ഉണ്ടായില്ല, പിന്നെ ലാബൂസും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ മോനെ അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു ഇൻസ്റ്റയിൽ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ അധികം നേരം ഇടാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റ ലൈവ് തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സില്ലുവിൻ്റെ അച്ഛൻ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. സില്ലു നമ്മൾ ലൈവ് ഇട്ടതിൻ്റെ ഒരു ഇത് ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ്. ആളുടെ ഒരു ചെറിയ കഥയുണ്ട്. കഥയല്ല, ഇവനെങ്ങനെ ഇൻട്രൊഡക്ഷൻ ആരാണ് എന്താണ് ഇവൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേര് ഒറിജിനൽ പേരെന്ന് പറഞ്ഞാൽ ജെയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവൻ 2 വർഷം മുമ്പ് ഇവനെ ഞാൻ ഓൺലൈനിൽ കണ്ടുകിട്ടി. ഇതിപ്പോൾ ഇയാളുടെ ചാനലാണ്, ഇവൻ്റെ ചാനലാണ്. മൈൻക്രാഫ്റ്റിലല്ലേ കണ്ടുകിട്ടിയോ? അതെ അല്ലല്ല, ഞങ്ങൾ റോബ്ലോക്സ് എന്നൊരു ഗെയിം ഉണ്ട്, കണ്ണാടിക്ക് അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾ ആ ഗെയിമിൽ അത് തന്നെ അതിനകത്ത് കണ്ടുകിട്ടി. പിന്നെ ഒരു വർഷത്തേക്ക് അവൻ പോട്ടനെ കൂട്ട് നടന്നു. 2ാമത്തെ വർഷത്തിൽ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സായി. പിന്നെ ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു. പിന്നെ ഞങ്ങളത് ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി. പിന്നെ ഇവനിപ്പോൾ റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യാൻ വന്നോളൂ ആഫ്റ്റർ 2 ഇയേഴ്സ്. ആദ്യമായിട്ടല്ലേ മീറ്റ് ചെയ്യാൻ വന്നോലെ? അതിന് മുമ്പ് മീറ്റ് ചെയ്തതാ? ഇപ്പം ബാംഗ്ലൂരിലല്ലേ, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സില്ലുവിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് അവൻ വന്നത്. ഞാനും അല്ല 2 ഫാൻസ് വന്നിട്ടുണ്ട് സില്ലുവിനെ മീറ്റ് ചെയ്യാൻ. എന്ത് ചെയ്യാനോ? അല്ല, നീ മേടിച്ച ജാഗ്വർ എന്ത് ചെയ്യും? ഒന്ന് പോടോ, ജാഗ്വർ തിരിച്ചു കൊടുത്തു. വാടകയ്ക്ക് എടുത്ത സാധനം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അമ്മ സെറ്റപ്പ് ഒക്കെ ആയതല്ലേ. പിന്നെ ഒരു ഫോട്ടോ എടുത്തിടാൻ പറ്റില്ല. ജാഗ്വറൊക്കെ മുമ്പ് നടന്നു ഒരു ഫോട്ടോ എടുത്തില്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു. ശരിയാണ്. അപ്പോൾ അതൊക്കെ അവൻ ചുമ്മാ തള്ളിയതാണ്. ഇതാണ് നമ്മുടെ ജെയ്സ് വന്ന് സില്ലുവിനെ കണ്ടതിൻ്റെ ചെറിയൊരു കഥ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ കുറച്ച് അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നി. അന്ന് റാൻഡത്തിനെയും ഗെയിമർ ബോയിനെയും ഒന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മുടെ ക്രൂവിനെ ഫുൾ കാണിക്കാണ്ട് പിന്നെ എന്താണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ചാനൽ സബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന, വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രതിലിപി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കാം ഗൈസ്.